Dilip sir, start this. Sir, hello. Hello. Okay. Which is echo one starting. Okay, no problem. Good morning, DXN Kerala. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ പത്തനംതിട്ട സ്വദേശിയായ അടൂരിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് സാറാണ്. പത്തനംതിട്ട സ്വദേശിയായ ദിലീപ് സാറാണ്. സോ ദിലീപ് സാറിന്റെ ഈ സെഷൻ വളരെ ഇമ്പോർട്ടന്റ് സെഷൻ കൂടിയാണ്. കാരണം ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ്, ജനുവരി 1-ാം തീയതി മുതൽ, വരുന്ന അടുത്ത വർഷം ജനുവരി 1-ാം തീയതി മുതൽ DXന്റെ എല്ലാ പ്രൊഡക്ട്സും ചെറിയ രീതിയിലെങ്കിലും പ്രൈസ് ഹൈക്ക് വരികയാണ്, പ്രൈസ് കൂടുകയാണ്, വില കൂടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് വാല്യൂ, അതിന്റെ ഒരു പോസിറ്റീവ് പാർട്ട്, നമ്മുടെ സെയിൽസ് വാല്യൂയും കൂടും, നമ്മുടെ ബോണസും വർദ്ധിക്കുന്നതാണ്. സോ ആ ഒരു പ്രൈസ് ഹൈക്ക് എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ന്യൂ ജോയിനിങ്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, നമ്മൾ ഇപ്പോഴും വളരെ ചെറിയ രീതിയിൽ മാത്രമേ മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുള്ളൂ. സോ ദയവ് ചെയ്ത് ലിസ്റ്റിംഗ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ റിക്രൂട്ട്മെന്റ് വിത്ത് പേഴ്സണൽ PV ആയിരിക്കണം നടക്കേണ്ടത്. അതിന്റെ ഒരു പ്രൊമോഷനാണ് കമ്പനി ഇപ്പൊ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സൂപ്പർ സ്റ്റാർ റെക്കഗ്നീഷൻ പ്രൊമോഷൻ. അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കറന്റ് വാൾ ഓഫ് ഓണർ അച്ചീവർ ആയ വ്യക്തികൾക്കാണ് ഈ ഒരു പ്രൊമോഷൻ ഉള്ളത്. വാൾ ഓഫ് ഓണർ അച്ചീവർ ആവുക ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്, അതായത് ഡിസംബർ 1-ാം തീയതി 179 പേരോളം വാൾ ഓഫ് ഓണർ അച്ചീവർ ആയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ സ്റ്റാർ റൂബിയോ അതിന്റെ താഴെയുള്ള ആളുകൾ, അതായത് മെമ്പർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റാർ ഏജന്റ്, സ്റ്റാർ റൂബി, ഇത്രയും പേർക്കാണ് ഈ ഒരു പ്രൊമോഷനിൽ പങ്കെടുക്കാനുള്ള ഈ ഒരു ചാൻസ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ 6 ഡിഫറെന്റ് ലെഗിലായിട്ട്, 6 ഡിഫറെന്റ് ലൈൻസിലായിട്ട് ഫസ്റ്റ് ജനറേഷനിൽ, 1-ാം ജനറേഷനിൽ തന്നെ ഉള്ള വ്യക്തികളെ 1000 പേഴ്സണൽ PV അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 6 പേരിൽ ഒരു വ്യക്തി പുതിയ ജോയിനിങ് ആയിരിക്കണം, അതായത് ഡിസംബർ മന്തിലെ ജോയിനിങ് ആയിരിക്കണം. എന്നിട്ട് അവർ 1000 പേഴ്സണൽ PV ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ കമ്പനി ആദരിക്കുന്നതാണ്. കമ്പനിയുടെ വെബ്സൈറ്റിൽ, കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ, DXN-India.in എന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോയും ഡീറ്റെയിലും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് നിങ്ങൾക്കുള്ള വലിയൊരു അച്ചീവ്മെന്റ് കൂടിയാണ്. സോ ഇത്തവണ ഈ ഒരു മാസം 1-ാം തീയതി വാൾ ഓഫ് ഓണർ അച്ചീവർ ആകാൻ സാധിക്കാത്തവർ യാതൊരു കാരണവശാലും നിരാശപ്പെടരുത്. കാരണം ഈ ഒരു ഓഫർ കമ്പനി അടുത്ത മാസത്തേക്കും വെച്ചിട്ടുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. സ്റ്റാർ റൂബിയോ അതിന്റെ താഴെയുള്ള ആളുകൾക്ക്, അവരാണ് ഈ ഒരു പ്രൊമോഷന് അർഹരായിട്ടുള്ളവർ. സ്റ്റാർ ഡയമണ്ട്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഫസ്റ്റ് ഡേ QSD ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും പ്രൊമോഷൻസ് കമ്പനി മുമ്പോട്ട് വെക്കുമ്പോൾ അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം. ഇത് നമ്മുടെ എല്ലാവരുടെയും ഗ്രോത്തിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഒരു തവണ കൂടി നമ്മുടെ റിക്രൂട്ട്മെന്റ് ആണ് എല്ലാം. നമുക്കിപ്പോ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫിസിക്കൽ ജോയിനിങ്ങും ചെയ്യാം, ഓൺലൈനും ജോയിനിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ടോട്ടൽ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ ടീമിനെ കംപ്ലീറ്റ്ലി നമ്മൾ സ്ട്രോങ് ആക്കി മാറ്റുക. അതേപോലെ തന്നെ നെക്സ്റ്റ് മന്ത് മുതൽ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാവരും ബിൽ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മാനദണ്ഡങ്ങൾ വരാൻ പോകുന്നുണ്ട്. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെയോ അതല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിലേക്കോ വിളിച്ചതിന് ശേഷം മാത്രമേ GST ബേസ്ഡ് നമ്മുടെ DXന്റെ പ്രൊഡക്ട്സ് ബിൽ ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് തരാനുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് സെഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ്, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ട്രിപ്പിൾ ഡയമണ്ട് ആയ ദിലീപ് സാറാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത്. കൂടുതൽ ദീപിപ്പിക്കാതെ എല്ലാവരും ദിലീപ് സാർ ഇപ്പം പറയുന്ന പോലെ കാര്യം ഞാൻ മുൻകൂട്ടി പറയുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് പുസ്തകവും പേനയും വെച്ച് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മീറ്റിംഗ് ആണ് ഇത്. എല്ലാവരും അതിന് റെഡിയായിരിക്കുക. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ദിലീപ് സാർ, വെൽക്കം ദിലീപ് സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. കേൾക്കുന്നുണ്ടല്ലോ സാറേ? സൗണ്ടും സ്ക്രീനും ഒക്കെ ഓക്കെ അല്ലേ? സൗണ്ടും സ്ക്രീനും വീഡിയോ ഒക്കെ ഓക്കെയാണ് സാർ. നമ്മൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗോടെ ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാ മാസവും നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല്, DXN പ്രവർത്തനത്തില് DXN മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തകരായിട്ടുള്ള വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് എഴുതിയെടുത്ത് നമ്മുടെ ടീമിൽ അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കുക. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ശ്യാം സാർ പറഞ്ഞ പോലെ ഉച്ച സമയമാണ്, എല്ലാവരും ആഹാരം കഴിച്ചിട്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് ആരും ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ഉറക്കം വന്നാലും വീഡിയോ ഓണാക്കി ഉറങ്ങരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഈ മാസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ചില കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാറ് പറഞ്ഞതുപോലെ ഈ മാസവും അടുത്ത മാസവും നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് സൂപ്പർ സ്റ്റാർസ് റെക്കഗ്നേഷൻ പ്രൊമോ എന്ന് പറയുന്ന ഈ പ്രൊമോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും നെറ്റ്വർക്കിൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കമ്പനി വളരെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു ഫോർമുലയാണ്. അല്ലെങ്കിൽ ആ നമ്മുടെ പ്രവർത്തനത്തിന്റെ ബേസ്, DXNലെ നെറ്റ്വർക്ക് എന്തായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ബേസ് ഇട്ട് മുമ്പോട്ട് പോകാനും പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാനാണ് ഇതിലൂടെ കമ്പനി നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഒരിക്കലും ഇതൊരു ഓഫറായിട്ട് ആരും കാണണ്ട. അതിലുപരി നെറ്റ്വർക്കിന്റെ ബാലപാഠമാണ്. ഇത് നമ്മൾ അറിയാതെ ഇത് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ ഇത് ചെയ്തു പോയാൽ DXN കമ്പനിയുടെ ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ പ്രമേയയുടെ പ്രത്യേകത. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഈ ഡിസംബർ, അതേപോലെ ജനുവരി. ഡിസംബറിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ജനുവരിയിൽ ഒരു ചാൻസ് കൂടിയുണ്ട്. അപ്പൊ ഇതിന്റെ കണ്ടീഷനൊക്കെ സാറ് പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം. സ്റ്റാർ റൂബി ആൻഡ് ബിലോ മെമ്പർ, സ്റ്റാർ ഏജന്റ്, സ്റ്റാർ റൂബി, ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്കാണ് ഈ പ്രൊമോയിൽ അല്ലെങ്കിൽ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുക. അവർ ചെയ്യേണ്ടത് 1-ാം തീയതി 3500 PV ചെയ്യുകയും കൂടെ ഉള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിലുള്ള വ്യത്യസ്തമായിട്ടുള്ള 6 ലെഗിലുള്ള 6 പേരെ കൊണ്ട് 1000 PV ചെയ്യിക്കുക. ഇതാണ് അവർ ചെയ്യേണ്ട കാര്യം. അപ്പൊ 1-ാം തീയതി 3500 PV ചെയ്യാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത മാസം 1-ാം തീയതി 3500 PV ചെയ്തുകൊണ്ട് വീണ്ടും ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണം ഈ സമയത്ത്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഒരു 20-ാം തീയതിക്ക് മുമ്പായിട്ടും നമ്മുടെ 3500 PV ഈ മാസത്തെ ചെയ്തുകൊണ്ട് അടുത്ത മാസം 1-ാം തീയതി 3500 PV ചെയ്യാനുള്ള ക്യാഷ് കളക്ട് ചെയ്ത് ഷോപ്പിലേപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ക്രമീകരണം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പ്രൊമോയിലേക്ക് വരാൻ കഴിയുമെന്ന് മാത്രമല്ല, പെട്ടെന്ന് ഡയമണ്ട് ആകാനും കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കാനും പറ്റുന്ന ഒരു അവസരം, അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കമ്പനി ഈ ഒരു പ്രൊമോഷൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. 1-ാം തീയതി 3500 പേഴ്സണൽ PV ചെയ്യുകയും ഈ മാസം 31-ാം തീയതി വരെ സമയമുണ്ട്. വ്യത്യസ്ത ലെഗിൽ 6 പേരെ കൊണ്ട് 1000 PV ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 ലെഗ് റെഡിയായി കിട്ടുകയും അതിലൂടെ ഡയമണ്ട് ആകാൻ എളുപ്പം സാധിക്കുകയും, ഡയമണ്ട് ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യവും എല്ലാ തരത്തിലുള്ള വരുമാനവും നമുക്ക് കിട്ടാൻ സാധിക്കുന്നു. അത് DXN വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു കോൺടെസ്റ്റിലൂടെ നമുക്ക് കിട്ടുക. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. സൂപ്പർ സ്റ്റാർസ് റെക്കഗ്നേഷൻ പ്രൊമോ എന്ന് പറഞ്ഞാല് നമ്മുടെ പെട്ടെന്ന് DXN വിജയിക്കാനുള്ള ഒരു എളുപ്പ മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിക്കുക. അതേപോലെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഡീറ്റെയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നുകൂടൊന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ 5 പ്രധാനപ്പെട്ട C വേണം. C മീൻസ് കോൺഫിഡൻസ് വേണം. അല്ലെങ്കിൽ 5 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഈ ധാരണ നമ്മുടെ മെമ്പേഴ്സിന് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമാകാതെ വരികയും അവര് നമ്മളെ റിജക്ട് ചെയ്യുകയും ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഒരാൾ എന്തുകൊണ്ടാണ് DXN വേണ്ടെന്നും എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നും ഉള്ളതിന്റെ ആൻസറാണ് ഈ പറയുന്ന 5 C. അതിൽ ഒന്നാമത്തേത് നമ്മുടെ സിസ്റ്റമാണ്. നമുക്കെല്ലാവർക്കും അറിയാം DXN കമ്പനിയുടെ സിസ്റ്റം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മഹത്തായ ഒരു സിസ്റ്റമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ വരാൻ പോകുന്ന സാധ്യത എന്താണെന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കുകയും ആൾക്കാരെ വളരെ സിമ്പിളായിട്ട് അത് എഴുതിയെടുത്ത് പഠിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്താൽ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പോയിന്റാണ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാകും. 2, നമ്മുടെ കമ്പനിയുടെ പ്രാധാന്യം, നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത,
ലോകത്ത് ഒത്തിരി MLM കമ്പനിയാണ്. അതിൽ DXM കമ്പനി എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഒന്നാമത് ഈ സിസ്റ്റം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ പ്രാധാന്യം എന്താണെന്നും അതിൽ DXM കമ്പനി എവിടെയാണ് നിൽക്കുന്നത് എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒത്തിരി മീറ്റിങ്ങുകളുണ്ട്. അതൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഒന്നാമത് സിസ്റ്റത്തെ കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുക, MLM അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. 2, കമ്പനിയുടെ പ്രാധാന്യത്തെ കുറിച്ച്. DXM കമ്പനിക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലുള്ള സ്ഥാനം എന്താണ്, ഈ പ്രോഡക്റ്റിനുള്ള സ്ഥാനം എന്താണ്, വരാൻ പോകുന്ന പ്ലാനിന്റെ സ്ഥാനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യം കമ്പനിയെ കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അടുത്തത് നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്കറിയാം. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ, ലോകത്ത് എല്ലാ മനുഷ്യനും അത്യാവശ്യം കഴിച്ചിരിക്കേണ്ട, ഇന്നത്തെ സാഹചര്യത്തിൽ തിരക്കിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ പ്രോഡക്റ്റിന്റെ പ്രാധാന്യം പഠിക്കണം. അത് പ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. ലോകത്തെ 100ഓളം യൂണിവേഴ്സിറ്റികൾ നടത്തിയ റിസർച്ച് റിപ്പോർട്ട് ഓരോ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള അതിന്റെ സാധ്യതകൾ, അതിന്റെ പ്രവർത്തനം, അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ വന്നാൽ വിജയിക്കാൻ പറ്റുമോ? സാധാരണക്കാരായ നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ള ആ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അടുത്ത C. ലാസ്റ്റില് നമുക്കിത് ചെയ്യാൻ പറ്റുമോ, നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത്രയുമാണ് 5 പ്രധാനപ്പെട്ട C. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആകാൻ വേണ്ടി നമുക്ക് വേണ്ടുന്ന 5 പ്രധാനപ്പെട്ട C ആണ്: കോൺഫിഡൻസ് അബൌട്ട് അവർ സിസ്റ്റം, കോൺഫിഡൻസ് അബൌട്ട് അവർ കമ്പനി, കോൺഫിഡൻസ് അബൌട്ട് അവർ പ്രോഡക്റ്റ്, കോൺഫിഡൻസ് അബൌട്ട് അവർ പ്ലാൻ. ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ധാരണയാണ് ഈ 4 കാര്യങ്ങളെ ബേസ് ആയിട്ടുള്ളത്. നമ്മൾ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ നമ്മുടെ ഓരോ മെമ്പർക്കും കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനൊക്കെ മീറ്റിങ്ങുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മുടെ കമ്പനിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് MLM കമ്പനി ഇൻ ദി വേൾഡ്, മോർ ദാൻ 180 കൺട്രീസിൽ പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് DXM. ഇത് എഴുതിയെടുത്ത് പഠിച്ച് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആൾക്കാരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മൾ പറഞ്ഞാൽ പോരാ, അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അവരിതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നത്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു കളയും. DXM അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളയും. അപ്പൊ കമ്പനിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കമ്പനി ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ തയ്യാറാകണം. അതേപോലെ വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ടതാണ് സ്പൈറലിനയുടെ പ്രാധാന്യം, IMSAM എന്താണെന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് പറയുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ബ്രാഞ്ചായ ഇംസാമിന്റെ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് ഡോക്ടർ ലിം സിയോജനെ നിയമിച്ചിരിക്കുന്നു. 10 വർഷത്തെ ഇംസാമിന്റെ ഗുഡ്വിൽ അംബാസഡർ ആണ് ഡോക്ടർ ലിം സിയോജൻ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കണം ആൾക്കാരെ. പിന്നെ കമ്പനി ലോകത്ത് മൊത്തം 180 രാജ്യത്ത് പടർന്നു പന്തലിച്ചു കിടക്കുന്ന മഹാപ്രസ്ഥാനമാണെന്നും ഇത് ഇന്നോ അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന സംഭവമല്ലെന്നും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം തന്നെ ദുബൈയിലെ കൊട്ടാരത്തില് DXM കമ്പനി ഫാക്ടറി ആരംഭിക്കാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികള് നമുക്ക് സ്ഥലം തന്ന് അവിടെ ഫാക്ടറി ആരംഭിക്കാനെ കൊണ്ട് കമ്പനിയോട് പറയുന്നു. അപ്പൊ ആ തരത്തില് ഗവൺമെന്റുകൾ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുന്ന തരത്തിലേക്ക് DXM കമ്പനി മാറിയിരിക്കുന്നു. അപ്പൊ ആ പ്രാധാന്യം പബ്ലിക്കിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ ഞാൻ കമ്പനിയെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഈ കമ്പനിയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെടുക്കാൻ കൊടുക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ അപ്പൊ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ പ്ലാൻ, 9 തരത്തിലുള്ള വരുമാനം നമുക്ക് തരുന്നു. പെൻഷൻ പ്ലാൻ, റെക്കഗ്നേഷൻ, ട്രാവൽ ഓപ്പർച്യൂണിറ്റി, ലോകം മുഴുവൻ യാത്ര ചെയ്യാനുള്ള അവസരങ്ങള്, അതേപോലെ സിമ്പിൾ ആൻഡ് പവർഫുൾ കോമ്പൻസേഷൻ പ്ലാൻ, ആർക്കും ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള, ടാർഗറ്റ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ലെഗ് കീപ്പിംഗ് ഇല്ല, അങ്ങനെ ഒന്നും ഒരു കണ്ടീഷനും ഇല്ലാതെ പ്രവർത്തിച്ച് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന, പല്ല് തേക്കുന്ന സ്വഭാവമുള്ളവർക്കും
കുളിക്കുന്ന സ്വഭാവമുള്ളവരും സോപ്പും അതേപോലെ ചായയോ കാപ്പിയോ കുടിക്കുന്ന ആ ബ്രാൻഡ് മാറ്റിക്കൊണ്ട് പോലും നമ്മുടെ ഈ ബിസിനസ്സിൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ആ പ്രത്യേകത എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പം കമ്പനിയെ കുറിച്ച് ഇത്രയാണ് പറയുന്നതെങ്കിൽ ഇനി നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഇതാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. 2, കമ്പനിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു 5 മിനിറ്റ് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. എന്താണ് കമ്പനിയുടെ പ്രാധാന്യം എന്താണ്, വരാൻ പോകുന്ന കമ്പനിയുടെ സാധ്യതകൾ എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ പ്രോഡക്റ്റുകൾ, ലോകത്ത് നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ്, കിങ് ഓഫ് ഹർബ്സ്, ഔഷധങ്ങളുടെ രാജാവായ ഗ്യാനോഡർമയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്. ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ സാഹചര്യത്തില് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റിയുള്ള ആന്റി ഓക്സിഡന്റ് ഫുഡ് തിരക്കി നടക്കുകയാണ് ലോകം. രോഗപ്രതിരോധ ശേഷി കിട്ടാനുള്ള ഉൽപ്പന്നങ്ങളെ തിരക്കി നടക്കുമ്പോൾ അതിന്റെ രാജാവായ ഉൽപ്പന്നം കൈവച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാല് നിലാവിളിച്ചത്തഴിച്ചു വിട്ട കോഴിയെ പോലെ നടക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ്, മനുഷ്യന് മൊത്തം വേണ്ട പ്രോഡക്റ്റ്, അതിന്റെ ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ ലോകം മുഴുവൻ വിതരണ അവകാശവുമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇത് പബ്ലിക്കിലേക്ക് ഈ പ്രോഡക്റ്റ് എന്താണെന്നും ഇത് കഴിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും പറഞ്ഞു പഠിപ്പിക്കാനും, അത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയികളായി മാറുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ പ്രോഡക്റ്റ്. എല്ലാവരും കഴിച്ചിരിക്കേണ്ട, നമ്മൾ എപ്പോഴും പറയും തൊട്ടിൽ തൊട്ട് കട്ടിൽ വരെ എല്ലാവരും കഴിച്ചിരിക്കേണ്ട, എല്ലാ മനുഷ്യനും അത്യാവശ്യം കഴിച്ചിരിക്കേണ്ട, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നം, ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറച്ച് വിൽക്കുന്ന കമ്പനി കൂടിയാണ് DXM കമ്പനി. അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളൊന്ന് പഠിക്കണം. എഴുതിയെടുത്ത് ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. കിങ് ഓഫ് ഹെർബാണ്, ഔഷധങ്ങളുടെ രാജാവാണ്, ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പ്രോഡക്റ്റ് ആണ് ഗ്യാനോഡർമ. അതേപോലെ ഓർഗാനിക് ജെർമേനിയം ഏറ്റവും കൂടുതലുള്ള എന്ന് പറഞ്ഞാൽ 400-ൽ പരം ഔഷധ പോഷക ഘടകങ്ങൾ അടങ്ങിയ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഔഷധ ഭക്ഷണമാണ് ഗ്യാനോഡർമ. അപ്പൊ ഈ ഗ്യാനോഡർമയാണ് നമ്മൾ വിൽക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയാൻ. ഞാൻ വിളക്ക് എത്തിക്കുന്നിടത്ത് വെച്ചിരിക്കുന്നത് ഗ്യാനോഡർമയാണ്. അപ്പം നമ്മള് അത്രമാത്രം പവറുള്ള, അത്രമാത്രം ചൈതന്യമുള്ള, അത്രമാത്രം കപ്പാസിറ്റി ഉള്ള, കേപ്പബിലിറ്റി ഉള്ള, ഒത്തിരി പ്രത്യേകതകളുള്ള, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി പബ്ലിക്കിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇനി ഇതിനെക്കുറിച്ച് 100ഓളം യൂണിവേഴ്സിറ്റി, വെറുതെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, 100ഓളം യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ആ റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് ഓരോന്നോരോന്ന് പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ആ ബോധ്യപ്പെടുത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫയലുമായിട്ട് വേണം ആരോടെങ്കിലും DXM പറയാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ അടങ്ങിയ ഫയലുമായിട്ട് ദയവ് ചെയ്തിട്ട് പോകാവൂ. ടൂൾസ് ഇല്ലാതെ പണിക്ക് പോകില്ല ആരും. അപ്പൊ നമ്മുടെ DXMകാരന്റെ ടൂളാണ് ഈ ഫയല്, റിപ്പോർട്ടുകൾ അടങ്ങിയ ഫയല്. ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചു പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഇത് ആരോടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് റിസർച്ച് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ പ്രോഡക്റ്റുകൾ ഓരോന്നിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ഓഫ് ഹെർബാണ് ഗ്യാനോഡർമയെങ്കിൽ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മഷ്റൂമാണ് കോഡിസെപ്സ് കോഫി. കോഡിസെപ്സ് എന്ന് പറയുന്ന മഷ്റൂം, അതിന്റെ കോഫി ഉണ്ട്, സെറിലുണ്ട്, കുറെ പ്രോഡക്റ്റുകളുണ്ട്. കോഡിസെപ്സ് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള മഷ്റൂമാണ്. അതേപോലെ തന്നെ നോനി, അതേപോലെ തന്നെ സ്പൈറുലിന. ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്പൈറുലിന. അപ്പൊ അങ്ങനെ ലോകോത്തരങ്ങളായ വളരെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ, നമ്മുടെ പ്രോഡക്റ്റുകൾ എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും ദയവ് ചെയ്തിട്ട് എല്ലാവരും ഇതിന്റെ റിപ്പോർട്ട് സഹിതം എഴുതിയെടുത്ത് പഠിപ്പിക്കാൻ തയ്യാറാവണം. പഠിപ്പിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കിതില് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ്സിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിപ്പിക്കുക,
പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു പ്രക്രിയ ആരൊക്കെയാണോ ചെയ്യുന്നത് അവരുടെയൊക്കെ ടീമായിരിക്കും പെട്ടെന്ന് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറായാൽ ഇതിൽ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും, ഈസി ആയിട്ട്. കാരണം അത്രമാത്രം റിസർച്ച് റിപ്പോർട്ടുകൾ, അതേപോലെ നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ ടൂൾസും നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ സ്പൈറലിനെ കുറിച്ച് ഒത്തിരി റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ടിൽ പറയുന്നു, കോവിഡിനെ പ്രതിരോധിക്കാൻ പ്രകൃതിദത്തമായ ഭക്ഷണമാണ് സ്പൈറലിനെന്ന് ഒരു മീഡിയയിൽ വന്ന റിപ്പോർട്ടാണ്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പം പത്രങ്ങളിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴേ ദയവ് ചെയ്തിട്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ പബ്ലിക്കിനെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ഫ്രീ പ്രസ് നവംബർ 28 വന്ന പത്രത്തിൽ വന്ന ന്യൂസാണ്. നമ്മളത് വളരെ ജേണലിൽ വന്ന വാർത്തയിൽ പറയുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ സ്പൈറലിന് വളരെ ഫലപ്രദമായ പ്രകൃതിദത്ത ഭക്ഷണമാണെന്നാ പറയുന്നത്. പ്രകൃതിദത്ത ഭക്ഷണം അല്ല, കെമിക്കൽ അല്ല, പ്രകൃതിദത്തമായിട്ടുള്ള കോവിഡിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് സ്പൈറലിന്. അതാണ് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും ക്വാളിറ്റി സ്പൈറലിനെ വെക്കുന്ന കമ്പനി DXN ആണ്. അവൻ ലോകത്തെ ഏറ്റവും ക്വാളിറ്റി സ്പൈറലിനെ ഏറ്റവും വില കുറച്ച് വിൽക്കുന്ന DXN കമ്പനിയുടെ വിതരണക്കാരായ, അല്ലെങ്കിൽ അതിന്റെ ഹോൾസെയിലും ഒക്കെ വേൾഡ് വൈഡ് വിതരണം ചെയ്യുന്ന വിതരണത്തിന്റെ അല്ലെങ്കിൽ വിതരണക്കാരായി മാറിയിരിക്കുന്ന നമ്മള് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ബിസിനസ്സിനെ കാണണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിനെക്കുറിച്ച് തന്നെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും ഗുണനിലവാരമുള്ള ജൈവ സ്പൈറലിന സ്വന്തമായിട്ട് കൃഷി ചെയ്ത് 180-ൽ പരം രാജ്യത്ത് വിതരണം ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് DXN എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. നമ്മൾ ജോയിൻ ചെയ്തു, DXNലേക്ക് വന്നു, കമ്പനിയെ കുറിച്ച്, സിസ്റ്റത്തെ കുറിച്ച്, പ്രോഡക്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി. അപ്പൊ നമ്മൾ ഇതിനെയും മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനത്തിലേക്ക് രംഗത്തിറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്സാണ്, ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ബിസിനസ്സാണ്, വരാൻ പോകുന്ന നൂറ്റാണ്ടിന്റെ ബിസിനസ് ആണെന്ന് APJ പറയുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് APJ അബ്ദുൽ കലാം ആണ് പറയുന്നത്. 21ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരികളും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് ഡോക്ടർ APJ വരെ പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ബിസിനസ്സുമായിട്ടാണ് നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. മീറ്റിംഗ് ഒക്കെ കേട്ട് നമ്മൾ ഫുൾ ചാർജിലാണ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മത്തങ്ങ ബലൂൺ തീർത്തതുപോലെ നമ്മൾ വെച്ചിട്ട് അവരൊന്ന് കുത്തിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ദയവ് ചെയ്ത് ഞാൻ 2002 DXN വന്ന സമയത്ത് അന്ന് ഇത്രമാത്രം ട്രെയിനിങ്ങുകളോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങളോ വളരെ കുറവായിരുന്നു. അപ്പൊ അന്ന് ഞാൻ മീറ്റിങ്ങുകളിലൊക്കെ ഇരുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ആൾക്കാരോട് ചെന്ന് പറയാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എല്ലാം കേട്ടിട്ട് ആ കൂണോന്ന് ചോദിച്ച് നമ്മളെ കളിയാക്കുമായിരുന്നു. വേറെ ഒരു പണിയുമില്ലേ, നമ്മളെ നാണം കെടുത്താനും കളിയാക്കാനും പലരും ഉണ്ടാകും. പക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ DXN ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, നമ്മുടെ അടൂരുള്ള ഒരു ലോലമ്മ ചേച്ചിയുണ്ട്. ലോലമ്മ ചേച്ചി പറയുന്ന ഒരു കാര്യം ഇതാണ്, DXN ജോയിൻ ചെയ്താൽ ഉടൻ 1 കിലോ പഞ്ഞി വാങ്ങിക്കുക, 1/2 കിലോ വീതം 2 ചെവിയിലും വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ ഈസി ആയിട്ട് വിജയിക്കാവുന്നതാണ് ലോലമ്മ ചേച്ചി പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പഞ്ഞി വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മള് ആൾക്കാർ പറയുന്ന കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. ദയവ് ചെയ്തിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ DXN കമ്പനിയോ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ പറയുന്ന അഭിപ്രായം കേട്ടിട്ട് നമ്മൾ നിർത്തിയിട്ട് പോയാൽ നഷ്ടം നമുക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാവുന്നവരായിരുന്നെങ്കിൽ അവരിത് ചെയ്ത് വിജയിച്ചേനെ. കാരണം ലോകത്ത് ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും കൂടുതൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് രീതിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ജീവിത മാർഗം കൂടിയാണ് DXN. അപ്പൊ അത് മനസ്സിലാക്കിയ വ്യക്തി, അത് ചെയ്യാത്തവർ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരാൾ പറയുന്ന കാര്യത്തെ വിലയിരുത്തുക, കറക്റ്റായിട്ട് വിലയിരുത്തിയിട്ടേ ചെയ്യാവൂ. 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു കുട്ടിയോട് SSLC പരീക്ഷ എഴുതിയാൽ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും ഒരിക്കലും എഴുതരുതെന്ന് പറയും. അതേസമയം റാങ്ക് വാങ്ങിച്ച കുട്ടിയോട് ചെന്നിട്ട് ചോദിച്ചാൽ അവര് പോസിറ്റീവായിട്ട് പറയും. എന്ന് പറഞ്ഞ പോലെ ഇതിനെ DXN എന്താണെന്ന് തിരക്കാൻ, DXN എന്താണെന്ന് ചർച്ച ചെയ്യുന്നത് എപ്പോഴും ഇതിൽ വിജയിച്ച വ്യക്തികളുമായിട്ടേ ചർച്ച ചെയ്യാവൂ. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും പുതിയ
DXനിൽ ജോയിൻ ചെയ്യുന്ന പുത്തൻ കൂട്ടുകാരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഒരിക്കലും ആരുടെ അഭിപ്രായം കേൾക്കാൻ പോകരുത്. ഇത് എന്താണെന്ന് അറിയാത്ത വിജയിച്ച വ്യക്തികളോട് മാത്രമേ ചോദിച്ച അഭിപ്രായം എടുക്കാവൂ. അങ്ങനെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഈ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളെ എതിർക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവരാ. ഹസ്ബൻഡ് DXN ചെയ്താൽ വൈഫ് ആയിരിക്കും എതിർക്കുക, വൈഫ് DXN ചെയ്താൽ ഹസ്ബൻഡ് ആയിരിക്കും എതിർക്കുക. അതേപോലെ അച്ഛനും അമ്മയും എതിർക്കും, സഹോദരങ്ങൾ എതിർക്കും. കാരണം അവർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഇന്റർനാഷണൽ ബിസിനസ്സാണ്. ഇതിന്റെ പ്രാധാന്യം ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. പഠിക്കാൻ വേണ്ടിയും ചെയ്യാൻ വേണ്ടിയും കുറെ സമയം. ഒരു റബ്ബർ കുഴിച്ചു വെച്ചാൽ 6-7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്ന് നമുക്ക് ആദായം കിട്ടുക. അതേപോലെ ഏത് ഒരു ഏത്തവാഴ നട്ടാൽ പോലും 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് നമുക്ക് അതിന്റെ ഫലം കിട്ടുക. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഒരു പീരീഡ് ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കാൻ 1 വർഷം 10 മാസം നമുക്ക് കാത്തിരിക്കണം. അപ്പം DXNൽ ജോയിൻ ചെയ്യുന്ന പലരും ആദ്യത്തെ മാസം തന്നെ ആദായം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് ആദ്യത്തെ മാസം കിട്ടും. IOC പ്ലാനിലൂടെ ഉയരങ്ങളിലേക്ക് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ആദ്യത്തെ മാസം തന്നെ വരുമാനം എടുക്കാം. പക്ഷെ എന്നാലൊന്ന് പഠിക്കാനുള്ള സമയം ട്രെയിനിങ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പഠിച്ച് വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ അതിനുവേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും പുത്തൻ കൂട്ടുകാർ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ട. അതേപോലെ അവരെ ഫോളോ അപ്പ് ചെയ്യണം. അവരെല്ലാ കാര്യത്തിലും ഫോളോ അപ്പ് ചെയ്യണം. ഡെയിലി 2 നേരമെങ്കിലും വിളിക്കണം. വിളിച്ച് കാര്യങ്ങൾ തിരക്കി അവരുടെ സംശയം ക്ലിയർ ചെയ്താൽ അവരെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഈ ഒത്തിരി ഒബ്ജക്ഷൻ വരാം. വില കൂടുതലാണെന്ന് പറയാം ചിലര്. അതേപോലെ പല തരത്തിലുള്ള ഒബ്ജക്ഷൻ വരാം. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ വിലയെ കുറിച്ച് പഠിപ്പിക്കുന്ന മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ രാജീവ് സാറും ബിനീഷ് കുമാർ സാറും എല്ലാം കൂടെ വിലയെ കുറിച്ചുള്ള ചർച്ച നടത്തി. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് പല മീറ്റിങ്ങുകളിലൂടെ നമുക്ക് പഠിച്ചെടുത്തിട്ട് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മളൊന്ന് പഠിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ആരും ഇത് കളഞ്ഞിട്ട് പോകരുത്. നിങ്ങൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പീഡിൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒറ്റുന്ന പോലെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാം. കളഞ്ഞിട്ട് പോകാതിരുന്നാൽ വിജയിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നെവർ എവർ ഗീവ് അപ്പ്. ഒരിക്കലും ഇത് ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് വിജയിക്കാനുള്ള എളുപ്പമാർഗമൊന്നുമില്ല. എല്ലാ ബിസിനസ്സിനെയും പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ബിസിനസ്സാണ് DXN ബിസിനസ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യത്തോടു കൂടി ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്, there is no secret. 1200 പേരോട് നമ്മളിത് പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോഴാണ് 900 പേരും പറയും നോ, കേൾക്കാൻ പോലും തയ്യാറല്ല. പക്ഷെ 300 പേര് കേൾക്കാൻ തയ്യാറാവും. ആ 300 പേര്, അപ്പൊ 1200 പേരോട് പറയുമ്പോഴേ കേൾക്കാൻ തയ്യാറാവുന്നത് 300 പേര് മാത്രമേ വരുത്തുള്ളൂ. അപ്പൊ ആ 300 പേരിൽ 85 പേരായിരിക്കും നമ്മളോട് കൂടി സഹകരിക്കുക. അതിൽ 35 പേര് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യും. അതിൽ 11 പേര് മാത്രമാണ് നമുക്ക് ലീഡർ ലെവലിലേക്ക് കിട്ടുക. മില്ലേനിയർ ആയിട്ട് വരാൻ പറ്റുന്നത് 11 പേരാണ്. അപ്പൊ 1200 പേരെ കാണുന്നവർക്കാണ് 11 പേരെ പ്രവർത്തിക്കാൻ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് പേരെ കാണേണ്ടതായിട്ട് വരും. ഒരുപാട് പേരെ കാണണം. പലരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു 10 പേരെ കാണും. പിന്നെ അതോടുകൂടി എന്ത് നിർത്തിക്കളയും. ആ നിർത്തിയിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനല്ല, നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരെയും കാണാൻ തയ്യാറാകുക. കാരണം ഇതാണ് ഇതിന്റെ റേഷ്യോ. ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് പറയാം. there is no secret. simply showed the plan to 1200 people. 1200 പേരെ നമ്മൾ നേരിട്ട് കണ്ട് പ്ലാൻ പ്രസന്റ് ചെയ്താൽ അതിൽ നിന്ന് 300 പേര് മാത്രമാണ് ഇത് കേൾക്കാൻ തയ്യാറാകുന്നത്. ഇത് നമ്മളൊരു തിയറിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ കണക്കാണ്. ദയവ് ചെയ്തിട്ട് ഇത് നമ്മൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാരുടെ ലിസ്റ്റ് എഴുതി അവരെ കാണാൻ നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ടാൽ നമ്മുടെ ജീവിതം സേഫ് ആകുന്നു. അപ്പം അടുത്ത സ്റ്റെപ്പിൽ ഇതില് 300 പേരിൽ 85 പേരാണ് നമ്മളോട് സഹകരിക്കുക. 85 പേരിൽ 35 പേര് സ്ട്രോങ് ആയിട്ട് DXN ചെയ്യുകയും അതിൽ നിന്ന് 11 പേരെയാണ് നമുക്ക്
ലീഡർ ലെവലിലേക്ക് കിട്ടുക. ഈ 11 പേര് പിന്നെ ആരുടെ കാര്യം നോക്കിക്കോളും? നമ്മുടെ ജീവിതകാലം, നമ്മുടെ തലമുറകളിലെ ജീവിതം ഒക്കെ സേഫ് ആക്കാൻ ഈ 11 പേര് മതി. പക്ഷെ ഈ 11 പേരെ കിട്ടണമെങ്കിൽ 1200 പേരെ കണ്ട് പ്രസന്റ് ചെയ്യാൻ തയ്യാറാകണം. അപ്പൊ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. നമ്മുടെ മനോഭാവം മാറുക. പരമാവധി ആൾക്കാരിലേക്ക് ഈ ഇതിന്റെ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി ഒന്ന് കഷ്ടപ്പെടണം. ആദ്യത്തെ തുടക്കക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികളും പരമാവധി ആൾക്കാരെ കാണുകയും ഇതിന്റെ പ്ലാൻ അറിയാവുന്നവരെ വിളിച്ചുകൊണ്ട് പോയി പ്രസന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ഈ ബിസിനസ്സിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഇതാണ്. ഇതിനകത്ത് എളുപ്പം വിജയിക്കാനുള്ള എളുപ്പമാർഗങ്ങളൊന്നുമില്ല. ഇതാണ് എളുപ്പമാർഗം. ഈ എളുപ്പമാർഗം എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുക. നിങ്ങളുടെ കൂടെ ഒരു 11 ലീഡർ ലെവലിലുള്ള വ്യക്തികളെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പ്രവർത്തനം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കയ്യില് ലിസ്റ്റ് ഉണ്ടാകണം. നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക, അതിൽ കോണ്ടാക്ട് ലിസ്റ്റ് മൊത്തം ഒന്ന് എഴുതി വെക്കുക. ബുക്ക് വാങ്ങിച്ച് ബുക്കിൽ എഴുതുക. എഴുതി ഓരോരുത്തരെ പോയി കണ്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുക. അതേപോലെ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നവരുടെ ലിസ്റ്റ്, അപ്പൊ കൺസ്യൂമർ ലിസ്റ്റ് വേണം. അതേപോലെ കാണാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള വ്യക്തികളുടെ ലിസ്റ്റ് വേണം. ഈ 2 തരത്തിലുള്ള ലിസ്റ്റ് ഒരു ബുക്ക് വാങ്ങി ഒരു സൈഡിൽ കൺസ്യൂമറുടെ ലിസ്റ്റ് എഴുതുക, ഒരു സൈഡിൽ അല്ലാത്ത ലിസ്റ്റ് എഴുതുക. 1200 പേരുടെ ലിസ്റ്റ് ആർക്കാണോ ഇല്ലാത്തത് അവർ ഇന്ന് തന്നെ അത് എഴുതണം. ഇന്ന് തന്നെ അത് എഴുതി തുടങ്ങുക. അങ്ങനെ എഴുതി തുടങ്ങി എന്നാണോ 1200 ലിസ്റ്റ് എഴുതി 1200 പേരെ കാണുക. ആ കാണാനുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇറങ്ങിയാൽ ഈ ബിസിനസ്സിൽ ഈസി ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. അതേപോലെ ഇതിനകത്ത് ഒറ്റ മാർഗമേ ഉള്ളൂ, മീറ്റിംഗ്. പരമാവധി മീറ്റിംഗ് കേൾക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക. കേൾപ്പിക്കുക, എഴുതിയെടുപ്പിക്കുക, പഠിപ്പിക്കുക. കേൾപ്പിക്കുക, എഴുതിയെടുപ്പിക്കുക, പഠിപ്പിക്കുക. കേൾക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക. ഇതാണ് വിജയമന്ത്രം. DXM പ്രവർത്തനത്തില് വിജയിക്കാനുള്ള മന്ത്രമാണ് മീറ്റിംഗ് കേൾക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക. മീറ്റിംഗ് കേൾപ്പിക്കുക, എഴുതിയെടുപ്പിക്കുക, പഠിപ്പിക്കുക. ഈ ഒരു പ്രവർത്തനം ആരാണോ തുടങ്ങുന്നത് അവരായിരിക്കും ഇതിൽ ഏറ്റവും പെട്ടെന്ന് വിജയിക്കുക. അതേപോലെ മീറ്റിങ്ങുകളിൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1 ലക്ഷം രൂപ വരുമാനം വേണമെങ്കിൽ നിത്യം നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഒരു 100 പേര് നമ്മുടെ ആൾക്കാർ പങ്കെടുക്കും എന്നുണ്ടെങ്കിൽ ആ സമയം തൊട്ട് നിങ്ങളുടെ വരുമാനം 1 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തു കഴിയും. അപ്പം മിനിമം 100 പേര് മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാനുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം. അതിന് ചെയ്യേണ്ട, ഇപ്പൊ നമ്മുടെ കൂടെ 1-2 പേരായിരിക്കും മീറ്റിംഗിൽ വരുന്നത്. ആ 1-2 പേരിലൂടെ അടുത്ത മീറ്റിംഗ് ആകുമ്പോൾ അത് അവർ ഓരോരുത്തരെ വീതം കൊണ്ടുവരാനുള്ള അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരിലൂടെ ആൾക്കാരെ പോയി കണ്ട് അവരുടെ കെയർ ഓഫിൽ ആൾക്കാരെ കൊണ്ടുവരിക. 4 പേരുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ആ 4 പേരുടെ ഓരോരുത്തരെ കൊണ്ടുവരിക. അടുത്തത് അത് 4 4 8 8 പേരുടെ ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ 16 ആയി. അങ്ങനെ 100ലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആര് പരിശ്രമിക്കുന്നുവോ അവരായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഇതിൽ വിജയിക്കുക. അതേപോലെ 50,000 രൂപ വേണമെങ്കിൽ മിനിമം 50 പേര് പങ്കെടുക്കുന്ന തരത്തിലേക്ക് മാറുക. മിനിമം 50 പേര് മീറ്റിംഗ് അറ്റൻഡൻസ് ഒരു 50 ആക്കി എടുത്താൽ, ഡെയിലി പങ്കെടുക്കുന്നവരുടെ കാര്യം പറഞ്ഞു, മീറ്റിംഗിൽ നമ്മുടെ ഒരു 50 പേര് പങ്കെടുത്താൽ 50,000 രൂപ കിട്ടാവുന്ന പ്രവർത്തനത്തിന് തുടക്കമായി എന്നാണ്. ഇനി അതല്ല, എനിക്കൊരു 30,000 രൂപ വരുമാനം മതിയെങ്കിൽ 25 പേരെങ്കിലും മീറ്റിംഗിൽ പങ്കെടുക്കുക. 25-30 പേരോളം മീറ്റിംഗിൽ പങ്കെടുത്താൽ 25,000 രൂപ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം 30 എങ്കിലും ആക്കാൻ വേണ്ടി ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഇതാണ് വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ സൂം മീറ്റിങ്ങുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ലോകത്തിന്റെ ഏത് മൂലയിലുള്ള വ്യക്തികളെയും എവിടെ ഇരുന്നു കൊണ്ടും ഈ മീറ്റിംഗ് നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിൽ നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന വ്യക്തികളെ കൊണ്ട് സൂം ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, അവരെ മീറ്റിംഗിൽ കയറാൻ പഠിപ്പിക്കുക, അവര് കയറുന്നവരെ തുടർച്ചയായിട്ട് അവരെ ഫോളോ ചെയ്യുക. മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞ് അവരുടെ മൈക്ക് ഓണായി എന്ന് പോലും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മൈക്ക് ഓണായെന്ന് പോലും ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ സൂം ഇല്ലാത്തവർക്ക്
സൂം ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, മീറ്റിംഗ് കയറിയെന്ന് ഉറപ്പുവരുത്തുക, സ്ഥിരമായിട്ട് മീറ്റിംഗിൽ ഇരിക്കുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്യുക. അവരുടെ കൂടെ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തുകൊണ്ട് സൂം മീറ്റിംഗ് കയറുന്ന ഒരു ശീലമായി കഴിഞ്ഞാൽ ബാക്കി അവർ ചെയ്തോളും. പിന്നെ നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും പെട്ടെന്ന് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവരെ പങ്കെടുപ്പിക്കേണ്ട മീറ്റിംഗ് ആണ് എല്ലാ തിങ്കളാഴ്ചയും 7:30 മുതൽ 8:30 വരെ മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം. DXNല് ഏറ്റവും പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് രീതിയാണ് IOC പ്ലാൻ. ആ IOC പ്ലാൻ എങ്ങനെ ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെ വിജയിക്കാമെന്നും പഠിപ്പിക്കുന്ന കേരളത്തിലെ കോർ ലീഡേഴ്സ് വളരെ പ്രാധാന്യത്തോടു കൂടി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറഞ്ഞ എല്ലാ തിങ്കളാഴ്ചയും 7:30 മണിക്ക്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പരമാവധി ആൾക്കാരെ നിങ്ങൾ അതിൽ കയറി എന്ന് ഉറപ്പുവരുത്തുകയും അവർക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ എല്ലാ തിങ്കളാഴ്ചയും പുതിയ ആൾക്കാരെ പങ്കെടുപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുത്താൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ വിജയിക്കാൻ പറ്റും. മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറയുന്ന എല്ലാ മൺഡേയിലും 7:30 PM ആണ് സമയം. അതിൽ പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുക. പിന്നെ നമുക്ക് ഈ മാസം വളരെ പ്രധാനപ്പെട്ട കുറെ പ്രോഗ്രാമുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉത്സവ പ്രോഗ്രാമാണ്. 22-ാം തീയതി നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറായ ഡോക്ടർ ലിംസിയോജിൻ കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ജിജിത് സാർ ആണ്, മലയാളി കൂടിയാണ്. അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അപ്പം ദയവ് ചെയ്തിട്ട് എല്ലാവരും നമ്മൾ പരമാവധി ആൾക്കാരെ ഇത് പങ്കെടുപ്പിച്ചാൽ കഴിഞ്ഞ മാസത്തെ ഉത്സവ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കറിയാം, അതേപോലെ പങ്കെടുപ്പിച്ചവരൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പൊ അതേപോലെ ആ ജിജിത് സാറ് എന്ന് പറയുന്ന വ്യക്തി മലയാളിയാണ്. അപ്പൊ ലോക DXN എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത് പല പുതിയ കാര്യങ്ങളും അന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള DXN കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചും നമ്മുടെ DXN കമ്പനിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഏത് വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലുള്ള, രാജ്യത്തിന് വെളിയിലുള്ള വ്യക്തികളെ മൊത്തം ഇതിൽ പങ്കെടുപ്പിച്ചാൽ അവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്ന ഇതെന്തോ മോശം പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളെ ഒക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാം ഒന്ന് കാണാൻ പറയുക, കണ്ടിട്ട് കളിയാക്കിക്കോളാൻ പറയുക. അപ്പൊ അങ്ങനെ കാണിക്കാൻ 22-ാം തീയതി 2:30 നടക്കുന്ന ഉത്സവ പ്രോഗ്രാമില് പരമാവധി ആൾക്കാരെ എങ്ങനെയാണെങ്കിലും പങ്കെടുപ്പിച്ചാൽ അവരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. DXN പ്രവർത്തനത്തിൽ നിന്ന് ഒരിക്കലും അവർ കളഞ്ഞിട്ട് പോവില്ല. അങ്ങനെ പോകാതിരിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഈ മാസം 22-ാം തീയതി DXN ഉത്സവ പ്രോഗ്രാം. ലോകം മൊത്തം DXNനെ എത്തിച്ച വ്യക്തികളിൽ ഒരാളായ ജിജിത് സാർ ആണ് പങ്കെടുക്കുന്നത്. മലയാളത്തിലാണ് മീറ്റിംഗ്. ഇന്റർനാഷണൽ ഫിഗർ മലയാളത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമാണ്. അപ്പൊ മലയാളികള് എല്ലാ തലത്തിലും എല്ലാ രംഗത്തും ഉള്ളത് കൊണ്ട് അത് നമ്മൾ പരമാവധി നമ്മുടെ ബിസിനസ്സിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കും. അതെല്ലാവരും മനസ്സിലാക്കി അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ഇറങ്ങണം. എല്ലാ ഷോപ്പും കേന്ദ്രീകരിച്ച് ആഴ്ചയിൽ ഒരു മീറ്റിംഗ് എങ്കിലും നടക്കുന്നുണ്ട്. പുതിയ ആൾക്കാർക്ക് വേണ്ടി വെക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന വീക്കിലി ചേംബർ മീറ്റിംഗ് എന്നാണ്. എല്ലാ DXN ഓഫീസിലും വീക്കിലി ചേംബർ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്നാണ് മീറ്റിംഗ് നടക്കുന്നതെന്നും ആ മീറ്റിംഗിൽ നിങ്ങൾ പുതിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഇരുത്തിയാൽ അവരവിടെ വെച്ച് തന്നെ ജോയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ. ഫോൺ വിളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് പോയി ഇരിക്കരുത്. അവരുടെ വീട്ടിൽ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയി ചേംബർ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിച്ചാൽ പെട്ടെന്ന് പുതിയ മെമ്പർഷിപ്പുകൾ വരികയും ആ സ്ഥലം കേന്ദ്രീകരിച്ച് നിങ്ങളുടെ പ്രവർത്തനം ശക്തമാവുകയും ചെയ്യും. 20 ഷോപ്പ് കേന്ദ്രീകരിച്ച് 20 മെമ്പർഷിപ്പ് നടത്തിയാൽ 6 മാസം 1 വർഷം കൊണ്ട് അവര് ടോപ്പ് ലെവലിലേക്ക് എത്തുകയും അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഷോപ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനത്തിലൂടെ അവര് ഡയമണ്ടായി മാറുകയും നിങ്ങൾ ഓരോരുത്തരും ക്രൗൺ അംബാസഡറായി മാറാനും ലക്ഷക്കണക്കിന് രൂപ മാസ വരുമാനം കിട്ടാവുന്ന തലത്തിലേക്ക് ഉയരാനും നിങ്ങളെ സഹായിക്കുന്ന മീറ്റിംഗ് ആണ് വീക്കിലി ചേംബർ എന്ന് പറയുന്ന എല്ലാ ഷോപ്പും കേന്ദ്രീകരിച്ച് നടക്കുന്ന വീക്കിലി ചേംബർ. അപ്പൊ ആ മീറ്റിങ്ങുകൾ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുകയും നമ്മുടെ മെമ്പർമാർക്കെല്ലാം ടാർഗറ്റ് കൊടുത്തുകൊണ്ട് അവര് പുതിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് അവിടെ വരാൻ പറയുക. ആദ്യമൊക്കെ പുതിയ ആൾക്കാർ വന്നില്ലെന്ന് വരാം, പക്ഷെ നമ്മൾ ഓരോരുത്തരും ആ ചേംബർ ദിവസം നമ്മുടെ ഷോപ്പിൽ കൂടിയിട്ട് അവിടെ ഇരുന്ന് അടുത്ത ആഴ്ചയിൽ കൊണ്ടുവരാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ഓരോ ലീഡേഴ്സും ഓരോ മെമ്പേഴ്സും അതിന് നേതൃത്വം കൊടുത്താൽ അവരിതിന്റെ ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
പിന്നെ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് നമ്മുടെ ഒരു ലൈവ് ടോക്ക് ഷോ ഉണ്ട്. അത് നമുക്കറിയാം, കഴിഞ്ഞ മാസം ഉത്സവ പ്രോഗ്രാം നടത്തി എല്ലാവരിലും വളരെയധികം ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും നമ്മളെ കളിയാക്കുന്ന ഒരു വ്യക്തി ആ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരിക്കലും നമ്മളെ നെറ്റ്വർക്കിന്റെ പേര് കളിയാക്കില്ല. അത്രമാത്രം സിമ്പിളായിട്ട് സരസമായിട്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ശേഷിയുള്ള, വളരെ എന്നെ സംബന്ധിച്ച് വളരെയധികം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അങ്ങനെയുള്ള സലീം സാറിന്റെ ഫേസ്ബുക്ക് ലൈവ് ഷോ ആണ്. ടോക്ക് ഷോ 15-ാം തീയതി 2:30-ക്കാണ്. അപ്പോൾ അതിലും പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പ്രോഗ്രാം കേൾക്കുമ്പോഴും അവരുടെ മനസ്സിൽ വലിയൊരു മാറ്റം വരുത്താൻ കഴിയും. അപ്പൊ കഴിഞ്ഞ ഉത്സവ പ്രോഗ്രാം എടുത്ത സലീം സാർ തന്നെയാണ് ഈ മാസം നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ ലൈവ് ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത്. ദയവ് ചെയ്ത് ഇതെല്ലാവരും ചർച്ച ചെയ്ത് പുതിയ പുതിയ ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതേപോലെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും 1-ാം തീയതി തന്നെ കട തുറക്കും. DXN പ്രവർത്തനത്തിൽ മാത്രമാണ് പലരും 25-ാം തീയതിയാണ് കട തുറക്കുക. അപ്പൊ നമ്മൾ 1-ാം തീയതി തന്നെ കട തുറക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുക. മീൻ വിൽക്കുന്നവരായാലും പച്ചക്കറി വിൽക്കുന്നവരായാലും പഴം വിൽക്കുന്നവരായാലും 1-ാം തീയതി തന്നെ രാവിലെ കട തുറക്കും. പക്ഷെ നമ്മള് കട തുറക്കുന്നത് 20-ാം തീയതി 25-ാം തീയതിയാണ്. അത് മാറണം. അപ്പൊ എല്ലാവരും 1-ാം തീയതി 3500 PVയുടെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഓൾ ഓഫ് ഓണർ അച്ചീവർമാരായി മാറിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് തുടക്കം മുതൽ ചെയ്താൽ ഇതിൽ പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. ഈ 3500 PVയുടെ സാധനം എടുത്താൽ 10-ാം തീയതിയോടുകൂടി നിങ്ങളുടെ ഈ സാധനം വിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയും പിന്നെ നിങ്ങളുടെ ടീമിനെ ശ്രദ്ധിക്കാനും ടീമിലുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ സമയം കിട്ടുകയും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കമ്പനി. അതുകൊണ്ടാണ് 3500 PV 1-ാം തീയതി ചെയ്യുന്നവരെ ആദരിക്കുന്ന ഓൾ ഓഫ് ഓണർ അച്ചീവർ എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ ഇതിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1-ാം തീയതി തന്നെ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ടായിട്ട് പറയുകയാണ്. പുതിയ ആൾക്കാരെ പങ്കെടുപ്പിക്കാനുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങുകളാണ് പുതിയ ആൾക്കാരെ പങ്കെടുപ്പിക്കേണ്ടത്. അതേപോലെ പുതിയ മീറ്റിംഗ് കേട്ട വ്യക്തികളെ NDT എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇരുത്തണം. അവർക്ക് ഈ ലിസ്റ്റ് എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്, ഇതിന്റെ ഓരോ കാര്യവും പുത്തൻ DXNൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ പറയുന്നത് ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ കാണണമെന്നാണ്. അതിന് വേണ്ടുന്ന ആഹാരം കൊടുക്കണം, അതിന് വേണ്ടുന്ന കെയർ കൊടുക്കണം. ആ കെയറും ആഹാരവും ഒക്കെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് NDT, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ട്രെയിനിങ് പങ്കെടുക്കണം. അവരെ അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ്ങിൽ ഇരുത്തണം. ഇന്ന് നടക്കുന്ന ഈ ട്രെയിനിങ് പോലുള്ള ട്രെയിനിങ്ങുകളിൽ പങ്കെടുപ്പിക്കണം. അത് കഴിഞ്ഞാൽ അവരെ പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. എന്താണ് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറാകും. അടുത്തത് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് അവരെ കൊണ്ടുവരണം. ലീഡർഷിപ്പ് ട്രെയിനിങ് ഒത്തിരി നടക്കുന്നുണ്ട്. സ്റ്റാർ ഏജന്റുകൾക്ക് സ്റ്റാർ ഏജന്റ് മീറ്റിംഗ് ഉണ്ട്, റൂബികൾക്ക് റൂബി മീറ്റിംഗ് ഉണ്ട്, ഡയമണ്ടുകൾക്ക് ഡയമണ്ട് മീറ്റിംഗ് ഉണ്ട്, മെമ്പേഴ്സിന് DT ഉണ്ട്. അതേപോലെ 3500 PV ചെയ്യുന്നവർക്ക് പ്രത്യേക ട്രെയിനിങ് ഉണ്ട്, 10,000 PGPV ചെയ്യുന്നവർക്ക് പ്രത്യേകം ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ ലീഡർഷിപ്പ് ലെവലിലുള്ള ഒത്തിരി ട്രെയിനിങ്ങുകൾ ടീമിൽ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടീമിലുള്ളവരും സ്പീക്കർമാരായിട്ട് മാറാനുള്ള ട്രെയിനിങ്, സ്പീക്കേഴ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കണം. അപ്പൊ സ്പീക്കേഴ്സ് ട്രെയിനിങ് പങ്കെടുപ്പിക്കണമെന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കേഴ്സ് ആക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ലീഡർമാരോട് പറഞ്ഞാൽ അവര് സ്പീക്കേഴ്സ് ട്രെയിനിങ് നടത്തി തരും. അപ്പൊ അങ്ങനെ DXN പ്രവർത്തനത്തിൽ വിജയിക്കണമെങ്കിൽ ഒരാൾ ജോയിൻ ചെയ്താൽ ആ ആളിനെ NDTയിൽ ഇരുത്തുക, അത് കഴിഞ്ഞ് DTയിൽ ഇരുത്തുക, PTയിൽ ഇരുത്തുക, LTയിൽ ഇരുത്തുക, STയിൽ ഇരുത്തുക. ഈ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഇവര് സ്പീക്കർ ലെവലിലേക്ക് ആകുന്നവരെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്താൽ പിന്നെ ജീവിതകാലം മൊത്തം അവർ നമ്മളെ നോക്കിക്കോളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രവർത്തനത്തിന് അതിന്റെ നേതൃത്വം നമ്മൾ ഏറ്റെടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഓരോരുത്തരും തയ്യാറാകും. പിന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യില് മിനിമം അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 കൺസ്യൂമറെ സൃഷ്ടിച്ചു കൊടുക്കുന്നവരെ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. 20 കൺസ്യൂമറെ സൃഷ്ടിച്ചാൽ അവര് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. പല ആൾക്കാരും DXNലെ ആൾക്കാരെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയും 1 മാസം PV ചെയ്യും, 2-ാമത്തെ മാസം ആകുമ്പോൾ അവര് PV ചെയ്യാൻ പറ്റാതെ വരുന്നു, 3-ാമത്തെ മാസം തൊട്ട് നിങ്ങളുടെ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ, അവര് കളഞ്ഞിട്ട് പോകാതിരിക്കണമെങ്കിൽ
DXNL ഒരു മെമ്പർ ഇല്ലാതാകുന്നതിന്റെ കാരണം 20 കൺസ്യൂമർ ഇല്ലാത്തതാണ്. അപ്പൊ അവർക്ക് 20 കൺസ്യൂമറെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം, ഒരു 10 എണ്ണമൊക്കെ പോയി നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 10 സ്പൈറലിനെ വിറ്റുകൊടുത്താൽ മതി. ബാക്കി പിന്നെ അവർ ചെയ്തോളും. അവരെ കൂടെ വിളിച്ചോണ്ട് പോയി അവരുടെ കൂടെ പോയി 10 വീട്ടിൽ പോയിട്ട് 10 പ്രോഡക്റ്റ് വിൽക്കാൻ നമ്മൾ സഹായിച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. അവർ ജീവിതകാലം മൊത്തം പിന്നെ ആ പ്രവർത്തനം ചെയ്യുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യും. ആ 10 വീട്ടിൽ പോയി ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ മെമ്പറെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഒരാളിന് കഴിയുന്നത്ര പ്രോഡക്റ്റ് എടുത്തു വെപ്പിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോഡക്റ്റ് എടുത്താൽ മാത്രമാണ് ഇതിനകത്ത് വിജയിക്കുക. അതുകൊണ്ട് എല്ലാ മെമ്പർമാരുടെയും കയ്യിൽ സീഡ് സ്റ്റോക്ക് ഉണ്ടാകണം. പ്രോഡക്റ്റ് ഇല്ലാതെ വിൽക്കാൻ പറ്റില്ല. ഏത് കടയിൽ ചെന്നാലും നമുക്ക് തുണിയെടുക്കാൻ പോയാൽ അവിടെ പല കുറെ സെലക്ഷനുള്ള കടയിലെ നമ്മൾ തുണിയെടുക്കാൻ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ മിനിമം പ്രോഡക്റ്റ് മസ്റ്റായിട്ട് ഉണ്ടാകണം. അപ്പൊ ഓരോരുത്തരെ കൊണ്ടും അതിനാണ് IOC പ്ലാൻ. നമ്മുടെ സീഡ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് 20,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് വെച്ചാൽ എല്ലാ പ്രോഡക്റ്റും അത്യാവശ്യം നമ്മുടെ വീട്ടിലുണ്ടാവും. അത് തീരുന്ന മുറയ്ക്ക് വീണ്ടും എടുത്ത് വെക്കുക. അങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മുടെ വീട് ഒരു ഷോപ്പാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുകയും ഒക്കുന്നത്ര സ്റ്റോക്ക്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സ്റ്റോക്ക് എത്രയും പെട്ടെന്ന് എടുക്കുക. അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു 1-ാം തീയതി തന്നെ നമ്മൾ PV ചെയ്യുക. 1-ാം തീയതി തന്നെ വോൾ ഓഫ് ഓണർ അച്ചീവർമാരായി മാറിക്കൊണ്ട് കമ്പനിയുടെ വോൾ ഓഫ് ഓണർ അച്ചീവർ ടൈറ്റിലേക്ക് വരിക. അപ്പൊ അങ്ങനെ ആയവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ലീഡർ ലെവലിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും എത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും, ഞാൻ മുമ്പേ പറഞ്ഞു ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര 3500 നിർത്തണ്ട, നമുക്ക് ഒക്കുന്നത്ര പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് 1-ാം തീയതി തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും DXN കമ്പനിയിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള കുറെ ഓഫറുകൾ നമ്മൾക്ക് കമ്പനി തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂപ്പർ സ്ട്രക്ചർ അച്ചീവർ ഓഫർ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3500 PV 1-ാം തീയതി ചെയ്യുകയും 1-ാം തീയതി തന്നെ 6 വ്യത്യസ്ത ലെഗിൽ 6 പേരെ കൊണ്ട് 3500 PV ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുക. അങ്ങനെ എത്തിയ ഒരു വ്യക്തി നമ്മുടെ DXL-ലുണ്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അതിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് സിസ്റ്റർ ഏലിയാമ്മ സിസ്റ്റർ. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ടീമിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്റ്റാർ ഏജന്റ് ഈ മാസമാണ് ആയത്. ഞാൻ പറഞ്ഞു വന്നത് ആർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അദ്ദേഹത്തെ ഒരു മോഡലാക്കി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് 1-2 മാസം കൊണ്ട് വരാൻ പോകുന്ന മാറ്റം കൂടെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സിസ്റ്റർ ഏലിയാമ്മ. അദ്ദേഹം വളരെ ശക്തമായി DXN വന്നിട്ട് എനിക്ക് തോന്നുന്നു 2 മാസമോ മറ്റോ ആയിട്ടേ ഉള്ളൂ. അത് 3-ാമത്തെ മാസം തോന്നുന്നു സ്റ്റാർ ഏജന്റ് ആയ വ്യക്തിയാണ്. അദ്ദേഹം ഈ സൂപ്പർ സ്ട്രക്ചർ പ്രൊമോ അച്ചീവ് ചെയ്തു. അദ്ദേഹം ചെയ്ത പ്രവർത്തനം ഇതാണ്. 1-ാം തീയതി 3500 PV ചെയ്യുകയും 1-ാം തീയതി തന്നെ 6 പേരെ കൊണ്ട് 3500 PV ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സൂപ്പർ സ്ട്രക്ചർ അച്ചീവർ ഓഫർ വിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. 1-ാം തീയതി തന്നെ സ്വന്തമായിട്ട് 3500 PV ചെയ്യുകയും ഗ്രൂപ്പില് 6 പേരെ കൊണ്ട് 3500 PV ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹം ഡയമണ്ട് ആവും. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതാണ് അദ്ദേഹം ആദ്യത്തെ മാസം ചെയ്ത പ്രവർത്തനം. സ്റ്റാർ ഏജന്റ് ആയി ഫസ്റ്റ് മന്തിൽ ചെയ്ത പ്രവർത്തനമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. സിസ്റ്റർ DXN-ല് സ്റ്റാർ ഏജന്റ് ആയി 1-ാം തീയതി വന്ന് 3500 PV ചെയ്തു. 6 പേരെ കൊണ്ട് അതേ പ്രവർത്തനം ആവർത്തിപ്പിച്ചു. അവരെല്ലാം 6 പേരും 3500 PV 1-ാം തീയതി ചെയ്തു. സിസ്റ്ററും 3500 PV ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴ് അടുത്ത മാസം അദ്ദേഹത്തിന് ഈ പ്രവർത്തനം ഈ 6 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹമെന്നല്ല നമ്മൾ ഓരോരുത്തർക്കും ഇത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ മാസം 3500 PV സിസ്റ്റർ ചെയ്തു. 6 പേരെ കൊണ്ട് 3500 ചെയ്യിച്ചു. 21,000 PV ആയി.
അദ്ദേഹത്തിന്റെ ടോട്ടൽ PV 24,500 PV ആയി. അപ്പൊ ഒരാളിന് സ്റ്റാർ ഏജന്റ് ആകണമെങ്കിൽ 2 മാസം, ഒറ്റ മാസം കൊണ്ട് വേണേലും ആകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ മാസം ഈസി ആയിട്ട് സ്റ്റാർ ഏജന്റ് ആകാവുന്ന ഒരു മെത്തേഡാണ് സിസ്റ്റർ നമുക്ക് കാണിച്ചത്. ഇനി അടുത്തത്, ഈ 6 പേരെ കൊണ്ട് ഓരോരുത്തരും 6 പേരെ വീതം കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഇതേ പ്രവർത്തനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിച്ചാൽ 1,47,000 PV ആണ് അദ്ദേഹത്തിന് ഒറ്റ മാസം വരാൻ പോകുന്നത്. അടുത്ത മാസത്തെ സിസ്റ്ററിന്റെ PV യെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 6 പേരെ കൊണ്ടും 3,500 PV 1-ാം തീയതി ചെയ്യിപ്പിക്കുകയും സിസ്റ്റർ എന്താണോ ചെയ്തത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുക 6 പേരെ കൊണ്ട്. ആ വന്ന 6 പേരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. യാതൊരു സംശയമില്ല, സിസ്റ്റർ ഈ മാസം അത് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ്. അങ്ങനെ വന്നാൽ സിസ്റ്ററിന്റെ PV പേഴ്സണൽ PV 25,000 രൂപയ്ക്ക് മുകളിലായി. ഒരു 30,000 രൂപയായിരിക്കും ആവറേജ് സിസ്റ്ററിന്റെ വരുമാനം. അപ്പൊ ഓരോരുത്തരും ഇതേ മോഡലില് ഇതേപോലെ ഈ പ്രവർത്തനം കോപ്പി ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വിജയിക്കാൻ പറ്റുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ദയവ് ചെയ്തിട്ട് ഈ മാസം നിങ്ങളൊക്കെ 1000 PVL-ഉം 6 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറയുന്നത്. അടുത്ത മാസം നിങ്ങൾക്ക് നേരെ ഇത് 3,500-ലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ സ്ട്രക്ചർ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യിക്കാൻ പറ്റുന്ന വലിയൊരു അവസരം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് DXN ചെയ്താൽ വളരെ ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരും 6-ലേക്ക് ഇട്ടിട്ട് 6 എന്ന് പറയുക. 3,500 PV ആയ നമഃ, അതേപോലെ 6 ലൈനായ നമഃ എന്ന് പറഞ്ഞ പോലെ നമ്മൾ രാത്രി കിടന്ന് പറയാ. ഏത് സമയത്തും 6 പേരെന്നുള്ള ഒരു ചിന്ത, 3,500 PV, 6 പേരെ കൊണ്ടുവരുന്നവരെ ഈ പ്രവർത്തനം തുടരുക. 6 പേരെ കൊണ്ടുവന്നാലും നിർത്തരുത്. അപ്പം നമുക്ക് നമ്മളെ പോലെ പ്രവർത്തിക്കുന്ന 6 പേരെ കണ്ടെത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിയാൽ സ്റ്റാർ ഡയമണ്ട് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുകയും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയ സാധാരണ വീട്ടമ്മമാര്, ഇതിനകത്ത് 2 പേര് ടീച്ചർമാരാണ്, ബാക്കിയുള്ളവരൊക്കെ സാധാരണ വീട്ടമ്മമാരാണ് കൂടുതൽ ആൾക്കാർ. അവരൊക്കെ മലേഷ്യയിൽ പോകുന്നു, ലോക രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, DXN കമ്പനിയുടെ ഡയമണ്ടുകളായി മാറിയ വ്യക്തികളാണ്. ഇങ്ങനെ മാറാൻ നിങ്ങളെ സഹായിക്കുന്ന സിസ്റ്റമാണ് 1-ാം തീയതി വോൾ ഓഫ് ഓണർ ചെയ്യുക, 6 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യിപ്പിച്ച് ഇതൊരു സിസ്റ്റമാക്കി മാറ്റിയെടുത്താൽ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ പോയ കുറെ വനിതകൾ കൂടിയുണ്ട്. ഇത് അനീസ മാഡം, ഇത് റംല മാഡം കോട്ടയത്തുകാരിയാണ്, ശ്രീലത മാഡം, ഇവരൊക്കെ ഫോറിൻ ട്രിപ്പ് വിൻ ചെയ്ത സാധാരണ DXN വീട്ടമ്മമാരാണ്. നമുക്കറിയാം ഹരിപ്പാട് 1.5 വർഷമായിട്ട് ആക്സിഡന്റ് പറ്റി തളർന്നു കിടക്കുന്ന സൈനബ മാഡം, അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് റൂബിയായി ഇപ്പം വളരെ സജീവമായിട്ട് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും വളരെ പ്രാധാന്യത്തോടുകൂടി മാതൃകാപരമായി DXN ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ DXN കമ്പനിയുടെ ടോപ്പ് റാങ്കിലേക്ക് എത്തിയ മലയാളിയാണ്, ക്രൗൺ അംബാസഡർ റാങ്കിലേക്ക് എത്തിയ എബി ജോസഫ് സാറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് എല്ലാ വിജയങ്ങളും നേടാൻ പറ്റിയത് സിസ്റ്റമാറ്റിക് ആയിട്ട് DXN ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യാം. സാധാരണ വീട്ടമ്മമാരായ രാധാചന്ദ്രൻ മാഡം, കോന്നിയിലുള്ള ടാപ്പിങ്ങിന് പോകുന്ന രാധാചന്ദ്രൻ എന്ന് പറയുന്ന സാധാരണ വീട്ടമ്മ ഒരു മാസം 2,28,204 രൂപ 71 പൈസ DXN-ലൂടെ വരുമാനം വാങ്ങിക്കുന്നുവെങ്കിൽ, അതേപോലെ അവര് ടാക്സ് കൊടുത്തത് 11,410 രൂപയാണ്. 11,410 രൂപ 24 പൈസ സർക്കാരിന് ടാക്സ് കൊടുത്ത ഒരു സാധാരണ വീട്ടമ്മ 2,28,000 രൂപ ഒരു മാസം വരുമാനം വാങ്ങിക്കാൻ ഈ പ്രസ്ഥാനത്തിലൂടെ കഴിയുന്നു. ടാപ്പിങ്ങിന് പോകുന്ന രാധാചന്ദ്രൻ എന്ന് പറയുന്ന വീട്ടമ്മ, അവരിതിലേക്ക് കൊണ്ടുവന്ന വത്സമ്മാമ്മയുടെ വരുമാനം 3,79,641 രൂപയാണ്. 18,000 രൂപ ടാക്സ് കൊടുക്കുന്ന വത്സമ്മാമ്മ. അങ്ങനെ ഒരുപാട് വനിതകളെ, ഒരുപാട് വ്യക്തികളെ, ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ വിജയത്തിലേക്ക് എത്തിച്ച
വളരെ വലിയൊരു പ്രസ്ഥാനമാണ് DXN. അതിൽ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന, ഉച്ചസമയത്തും ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാവരും ക്രൗൺ അംബാസഡർമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് DXN. താങ്ക് യു വെരി മച്ച്. ദിലീപ് സാർ, താങ്ക് യു വെരി മച്ച്. ദിലീപ് സാർ, എന്റെ വോയിസ് ഓഡിബിൾ ആണ്? ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ. താങ്ക് യു സാർ. ദിലീപ് സാർ കുറെ വാലിഡ് ആയ പോയിന്റ്സ്, താങ്ക് യു സാർ. ദിലീപ് സാർ കുറെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ മുന്നിലേക്ക് ഇന്ന് പങ്കുവെച്ചു. അതിൽ എസ്പെഷ്യലി നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ട ഒരു മിനിമം ചെയ്യേണ്ട ഒരു സ്റ്റൈലാണ് ദിലീപ് സാർ എന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നമ്മളെ സ്റ്റാർട്ടിങ്ങില് നമ്മുടെ ന്യൂ പ്രോസ്പെക്ട്സിനെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുടെ വരുമാനം ഏത് രീതി വരെ വളരാം എന്ന് വരെ, അതായത് ബേസിക് ലെവൽ മുതൽ അവരുടെ ആ ഒരു ഹൈക്ക് വരുന്ന ഏതൊക്കെ ലെവൽ വരെ വരാമെന്ന കാര്യം ദിലീപ് സാർ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തന്നു. ഇതൊക്കെ ഇവര് ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. ദിലീപ് സാറെ പോലെ ഹലോ ഓക്കെ. സോ ദിലീപ് സാർ, ഇപ്പൊ എന്റെ വോയിസ് ഓഡിബിൾ ആണ് സാർ? ഓക്കെ. സോ ദിലീപ് സാറെ പോലുള്ള വ്യക്തികൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളെ ഇവര് വന്ന ഈ ഒരു പാത്ത് നമ്മുടെ മുന്നിലേക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പോയ ഒരു പാത അദ്ദേഹം തുറന്നു വെച്ചിട്ടാണ് പോയത്. അതേപോലെ തന്നെ നമ്മുടെ DXN ഇപ്പൊ ക്രൗൺ അംബാസഡറായ നമ്മുടെ ഓരോരുത്തരും നമുക്ക് വഴി കാണിച്ചു തരികയാണ്, വഴികാട്ടികളാവുകയാണ്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും സക്സസ് ആവാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, വഴിയിൽ ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇട്ടുവെച്ച് പോകാൻ പാടില്ല. കാരണം എപ്പോഴും തടസ്സങ്ങള് വിജയത്തിലേക്കുള്ള പാതയിൽ ഉണ്ടാവുന്നതാണ്. ശബരിമലയിലേക്ക് എത്തേണ്ടെങ്കിൽ കല്ലും മുള്ളും താണ്ടേണ്ടി വരും, എന്നാലേ അവിടത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ ലക്ഷ്യമാണ്. അങ്ങനെ ഒരു പാത നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ചൂസ് ചെയ്യുന്നതിൽ മാത്രമാണ് ഇതിനുള്ള കാര്യം. ദിലീപ് സാർ പറഞ്ഞ പോലെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ നമ്മുടെ മുന്നിലേക്കുണ്ട്. അതേപോലെ സ്റ്റാർ റൂബീസിനെയും അതിന് താഴെയുള്ള ആൾക്കാർക്ക് സൂപ്പർ സ്റ്റാർ പ്രൊമോഷൻ വേറെയും ഉണ്ട്. സോ ഓരോ പ്രൊമോഷൻസും നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം നമ്മുടെ പേര് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ വെബ്സൈറ്റിൽ വരിക, അത് നമ്മുടെ ഒരു റെക്കഗ്നിഷനാണ്. അതിന് പുറമെ മെയിൻ ഉദ്ദേശം എന്താണ് കമ്പനിയുടേത്? നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനം വർദ്ധിപ്പിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ഇൻകം വർദ്ധിപ്പിക്കുക. ഇതാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻസ് കൊണ്ടുവരുന്നത്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരും ഡെവലപ്മെന്റിന് വേണ്ടിയാണ്, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിട്ട് ഉള്ളതാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് കാരണവശമാണെങ്കിലും നമ്മുടെ റെസ്പെക്റ്റഡ് ലീഡേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. സാറ് പറഞ്ഞ പോലെ സിസ്റ്റർ ഏലിയാമ്മ, അവർക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അവർ ആ സൂപ്പർ സ്ട്രക്ചർ അച്ചീവ് ചെയ്തു. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ദാറ്റ് സിസ്റ്റർ ഓൾസോ. അവർ ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടായിരുന്നു, അവർ കേൾക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സ്റ്റൈലിലേക്ക് സാറേ, സിസ്റ്ററെ ഒന്ന് വിളിച്ചാൽ നല്ലതായിരുന്നു. ഉണ്ടെങ്കിൽ ഇപ്പം ഒരു മിനിറ്റ് സംസാരിക്കാൻ. ഇല്ല, അവര് ഇറങ്ങി സാർ. അവരുണ്ടായിരുന്നു, കുറച്ചു മുന്നേ ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അദ്ദേഹം ഉണ്ട് ഒരു സെക്കൻഡ്. സിസ്റ്റർ ഏലിയാമ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, അൺമ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ സാറേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. പറ്റുമോ? വീഡിയോ ഒന്ന് ഓൺ ചെയ്തോളൂ. ഓക്കെ സാറേ. താങ്ക് യു സാറേ. ഞാൻ എല്ലാം കേട്ടു. ദിലീപ് സാറിന് പ്രോത്സാഹനം ഒക്കെ ഒത്തിരി ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞാൻ കേട്ടായിരുന്നില്ല. നമുക്ക് അടുത്ത മാസം ഈ 6 പേരെ കൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു സാറ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ നടക്കുന്നിരിക്കും. ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാറേ. ബിനീഷ് സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാറേ. ഓക്കെ. സോ ഒരു അച്ചീവ്മെന്റ് വേണം. എല്ലാവിധ ബെസ്റ്റ് വിഷസ് മാഡം. താങ്ക് യു സർ. ഓക്കെ. സോ നമ്മളിപ്പോ കേട്ടു, ഇതൊരു വെർച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഒറിജിനൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് അവരെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ്. സോ നമുക്കറിയാം, നമ്മുടെ മുന്നിലേക്ക് ലൈവ് എക്സാമ്പിൾസ് ആണ് ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അതിനുള്ള ആ ഒരു
കേപ്പബിലിറ്റി ഉണ്ട്. ആ ഒരു കേപ്പബിലിറ്റി, നമ്മളുടെ ആ ഒരു എബിലിറ്റി നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു സുഹൃത്തുക്കളെ. സോ എല്ലാവരും ഈ ഒരു DXM ബിസിനസ് സീരിയസ് ആയി എടുക്കുക. നമ്മുടെ പ്രൊഡക്ട്സ് ട്രെയിനിങ്ങും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ്ങും ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ്, അങ്ങനെ BOM സെറ്റ് എല്ലാ മീറ്റിംഗ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വ്യക്തികളെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ദയവ് ചെയ്ത് ഇതേപോലെ മീറ്റിംഗ്സിലേക്ക് കൊണ്ടുവരിക. ദിലീപ് സാർ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട മീറ്റിംഗ്സ് അല്ലെ പ്രോഗ്രാംസ് ഈ മാസം നടക്കാൻ പോവുകയാണ്. 15-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് DXN കേരള ഒഫീഷ്യൽ എന്നുള്ള DXN കേരളയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ റെസ്പെക്റ്റഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ മിഡിൽ ഈസ്റ്റ് എന്നുള്ള കണ്ണൂർ സ്വദേശിയായ സലീം ഷജീർ സാറുമൊത്തുള്ള നമ്മുടെ ലൈവ് ടോക്ക് ഷോ, ഞാനായിരിക്കും അതിന്റെ പോസ്റ്റ് വരുന്നത്. ഗസ്റ്റ് ആയിട്ട് സലീം സാർ ഉണ്ടാവും. ഒരു 1 hour ലൈവ് ടോക്ക് ഷോ പ്രോഗ്രാം ആയിരിക്കും. അതേപോലെ തന്നെ 22-ാം തീയതി നമ്മുടെ ബഹുമാനായ IMD കണ്ണൂർ സ്വദേശിയായ നമ്മുടെ ജിജിത് സാർ, ലോകത്തിലെ മുഴുവൻ ദിലീപ് സാർ പറഞ്ഞ DXN വളർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചൊരു വ്യക്തിത്വം. അദ്ദേഹവും നമ്മുടെ മുന്നിലേക്ക് ഉത്സവത്തിൽ, കഴിഞ്ഞ ഉത്സവം പോലെ ഇത്തവണത്തെ ഗംഭീരമായ ഉത്സവത്തിലേക്ക് അദ്ദേഹമാണ് ഗസ്റ്റ് ആയിട്ട് എത്തുന്നത്. സോ എല്ലാവരും ഈ 2 സെഷന്റെയും ഭാഗമായി മാറുക, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിംഗ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിവൺ. എല്ലാവരും ഈ ഒരു പ്രോഗ്രാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവരും സക്സസ്ഫുൾ ആയി മാറുക. ദിലീപ് സാർ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.